ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. 1200 ആണ്ട് മേടമാസം 31 തീയതി 2025 മെയ് മാസം 14 വ്യാഴഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 രാത്രി 10:55 ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളോട് ചിന്തിക്കുന്നത്. വ്യാഴം ഏകദേശം 1 വർഷ കാലയളവിലാണ് ഈ മിഥുനൻ രാശിയിൽ സാധാരണ നിൽക്കാറുള്ളത്. പക്ഷേ ഈ പ്രദേശം മാറുന്ന രാശിയിൽ മാറുന്ന വ്യാഴം 10 മാസമേ നിൽക്കുകയുള്ളൂ. ബാക്കി 2 മാസം കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുക. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒക്ടോബർ 20 വരയ്ക്കും മിഥുനത്തിലും ഒക്ടോബർ 20 ശേഷം കർക്കിടകത്തിലും. ഒക്ടോബർ 20 ശേഷം പറഞ്ഞാൽ ഡിസംബർ ജനുവരി 2 മാസ കാലയളവിൽ കർക്കിടക രാശിയിൽ നിന്ന് വീണ്ടും ജനുവരി ലാസ്റ്റോടുകൂടി വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വക്രഗതിയോടുകൂടി മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 10 മാസ കാലയളവിലാണ് പറഞ്ഞത്. 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നതും അതിൻ്റെ കൂടാതെ തന്നെ ഈ 10 മാസം മിഥുനൻ രാശിയിൽ നിൽക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ, അതായത് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള ഓരോരോ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ അടുത്ത രാശിയിലേക്ക് പോകും. ഏത് രാശിക്കാർക്കാണെന്നുള്ളത് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക എന്ന മേടക്കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. മേടക്കൂറുകാർക്ക് ഇതുവരെ കുടുംബസ്ഥാനത്തിലും ധനസ്ഥാനത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 3-ാം ഭാവമായ മിഥുന രാശിയിലേക്ക് മാറുകയാണ്. മിഥുന രാശിയിലേക്ക് മാറുമ്പോൾ രാശിയുടെ സ്വഭാവം, ഈ മിഥുന രാശിയുടെ സ്വഭാവം തന്നെ ശത്രുക്ഷേത്രമാണ്. അപ്പോൾ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നിൽ വ്യാഴം സഞ്ചരിച്ചാൽ മുടിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ധൈര്യം, വീരച്ച, ദുർബുദ്ധി, സഹോദര പരാക്രമ, രക്ഷാകരണ സഹായം, ധൈര്യം, ആത്മധൈര്യം ചോർന്നു പോകാനുള്ള സാധ്യത, സഹോദരങ്ങളായിട്ട് അകൽച്ച വരുവാനുള്ള സാധ്യത, ദുഷ്ടബുദ്ധികൾ തോന്നുവാനുള്ള സാധ്യത, ദുരാഗ്രഹങ്ങൾ തോന്നുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ആരോഗ്യം ക്ഷയിക്കുവാനുള്ള സാധ്യത, ആരോഗ്യ പുഷ്ടി ഉണ്ടാവാനുള്ള സാധ്യത കുറയുക എന്നിവയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിച്ച് ഇരിക്കുന്നവർക്കെല്ലാം ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2-ലായ കാരണം ധനാഭിവൃദ്ധി, മറ്റുള്ള കാര്യങ്ങൾ, ധനശേഖരണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പാഴാക്കാതെ ചെലവാക്കാതെ നോക്കി വളരെ ശ്രദ്ധയോടുകൂടി കഴിഞ്ഞു പോവുക എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ 3-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഉപദ്രവം കുറച്ചെല്ലാം തീർത്ത് നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വ്യാഴപ്രീതി വരുത്തുക എന്ന് വെച്ചാൽ വ്യാഴാഴ്ച തോറും വ്രതമെടുക്കുക. ബുധനാഴ്ച വൈകുന്നേരം പഴവോ പാലോ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം കാലത്ത് വ്യാഴാഴ്ച കാലത്ത് അതുമാതിരി പഴവോ പാലോ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണമാവും. വൈകുന്നേരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തീർത്ഥം കുടിച്ചതിന് ശേഷം വ്രതം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട്, പാൽപ്പായസം, തുളസിമാല എന്നിവ നൽകി വരുന്നതും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ വരുന്ന വ്യാഴം ഉത്തമത്തിലല്ല. ഏതൊക്കെ ലെവലുകളിൽ ഉപദ്രവം ചെയ്തു പറഞ്ഞാൽ ധനത്തിന് ഹാനി ഉണ്ടാവും. നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം ചിലപ്പോൾ വൃഥാ ആയി പോവും. അതുപോലെ തന്നെ സന്താനങ്ങളുടെ നടപടിയിൽ നമ്മൾക്ക് തൃപ്തികരമല്ലാതെ വരും. സന്താനങ്ങൾ നമ്മൾ വിധിച്ച വരിയിൽ വരാതെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്ക് സംബന്ധമായിട്ട് ജീവിക്കുന്നവർക്കെല്ലാം പ്രയാസങ്ങൾ പറ്റുവാനുള്ള സാധ്യതകളുണ്ട്. ആലോചന ശക്ത വർധനവുണ്ടാവും. സഹായിക്കാനുള്ള മനസ്ഥിതികളെല്ലാം ചിലപ്പോൾ അറിയാതെ സഹായിച്ച് ധനം വാരിക്കോരി കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നീട് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയും. സ്വർണ്ണാഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈവരിച്ചില്ലെങ്കിൽ നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫ്രണ്ട്ഷിപ്പുകളുമായി തെറ്റിപ്പിരിയാനുള്ള സാധ്യതയും കൂട്ടു ബിസിനസ് പൊളിയുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. സന്താനകാരകനായിട്ടുള്ള വ്യാഴം കൂടിയാണ്. കുടുംബകാരകനാണ്, ധനകാരകനാണ്, സ്വർണ്ണകാരകനാണ്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വർക്ക് ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെടാതെ പോകാൻ സ്ത്രീകളും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യത കൊണ്ടുവരുവാൻ വളരെ പെടേണ്ടി വരും. എന്നിരുന്നാലും ദൈവപരമായിട്ടുള്ള മഹാവിഷ്ണു സംബന്ധമായിട്ടുള്ള കീർത്തനങ്ങളും വിഷ്ണു സഹസ്രനാമ ജപങ്ങളും എല്ലാം ജപിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 20 മിനിറ്റ് ജപിച്ച് കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങൾ വന്ന് കൈവരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കർക്കിടക കൂറുകാർക്കും. കർക്കിടക കൂറ് പറയുമ്പോൾ പുണർത്തത്തിൻ്റെ അവസാനത്തെ കാലുഭാവവും പൂയവും ആയില്യം കൂടി ചേരുന്നവർക്ക് ഇതുവരെ 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനം, അതായത് മേടൻ രാശിക്കാർക്കാണ് ധനസ്ഥാനത്താണെങ്കിൽ കർക്കിടക രാശിയിൽ
11ാം ഭാവമായ ലാഭസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 12ാം ഭാവമായ വ്യയസ്ഥാനത്തിലേക്ക് വരുന്നത്. അത് വരുമാനം കൊടുത്ത വ്യാഴം വ്യയം അതിനെ ചെലവാക്കിക്കാൻ വേണ്ടി 12ാം ഭാവത്തിൽ വരികയാണെന്ന് പറയും. പാപം പതനച്ച വ്യയസ്ഥാനം ബ്രഹ്മം പരിഹരിന്ന് പറയുന്നത്. അപ്പോൾ വ്യയം സംഭവിക്കാതെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ബിസിനസ് നടത്തുന്നവരും തൊഴിലാളികളും എല്ലാം വന്നിട്ട് സ്വർണ്ണാഭരണങ്ങൾ വരുന്നതെല്ലാം വളരെ സൂക്ഷ്മതയോട് ചെയ്യണം. സ്ത്രീകൾ ആഭരണം ധരിച്ച് പുറത്തു പോകുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റു ഗൃഹങ്ങളിൽ പോകുമ്പോൾ സമയത്ത് മാല, വള എന്നിവയെല്ലാം ഊരി വയ്ക്കുകയാണെങ്കിൽ അതിന് മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അറിയാതെ പഴിയൊന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നത്. അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. സ്വർണത്തിൻ്റെ പേരിലോ ധനത്തിൻ്റെ പേരിലോ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റുള്ളവരുമായിട്ടായിരിക്കും. സ്വജനങ്ങൾ പറഞ്ഞാൽ അവരവരുടെ ബന്ധുക്കളോ മിത്രാദികളോ സഹോദരങ്ങളോ ആയിട്ടുള്ളവരായാലും പരിസരത്തിലുള്ളവരാണെങ്കിലും സുഹൃത്തുക്കളായാലും ഇങ്ങനെയുള്ള വഴക്കുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ഫൈനാൻസ് സംബന്ധമായിട്ട് അക്കൗണ്ട് സംബന്ധമായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ ദുഷ്കരപരമായിട്ടുള്ള ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെ ഈ വ്യാപാര സംബന്ധമായിട്ടാണെങ്കിൽ ഫൈനാൻസ് സംബന്ധമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്നവർക്കുള്ള കണക്കെല്ലാം തെറ്റി പണം കൈയറിയാതെ പോകാനുള്ള സാധ്യത, അബദ്ധങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അക്കൗണ്ടുകളിലെല്ലാം മിസ്റ്റേക്കുകളൊന്നും ചെയ്യുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. 12ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടുവന്ന വ്യാഴം സ്ഥാനഭ്രംശത്തെ സൂക്ഷിക്കുന്നുണ്ട്. അതായത് സ്ഥാനഭ്രംശത്തെ സൂക്ഷ്മത സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് സ്ഥാനഭ്രംശം പറഞ്ഞാൽ തൊഴിലിൽ നിന്ന് സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യത, ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് മൊത്തത്തിൽ ഒരു സ്ഥാനഭ്രംശത്തിന് ഇടിയുണ്ടാക്കും. അപ്പോൾ തൊഴിൽ മേഖലയിൽ പെട്ടെന്ന് സ്ഥാനഭ്രംശം വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടണമെന്നില്ല. ചിലപ്പോൾ വേറെ സ്ഥലത്തേക്കായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലകൾ പ്രത്യേകിച്ച് വിദേശ സംബന്ധമായിട്ട് തൊഴിൽ മേഖലയിൽ ചെയ്യുന്നവർക്കെല്ലാം തൊഴിലിൽ ജാഗ്രത പുലർത്തി ഇല്ലാന്നെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചിലപ്പോൾ ജോലി തെറിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം തൊഴിലിനോട് ആത്മാർത്ഥത്തോടുകൂടി പെരുമാറുക എന്നാണ് പറയുന്നത്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കെല്ലാം വളരെ കാലതാമസങ്ങൾ നേരിടും. വിദേശ സംബന്ധമായിട്ട് എന്തെങ്കിലും പണ ഇടപാടുകളോ മറ്റുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ മുടങ്ങി പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചാരവസായി 12ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയാണ് പറയുന്നത്. കുടുംബങ്ങളിൽ കലഹങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ ചൊൽപ്പടത്തേക്ക് നിർത്തുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ട് ആവശ്യങ്ങളുണ്ടാകും. അതിൽ വിഷമത കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തമ്മിൽ ഭാര്യ ഭർത്താക്കാൻ തമ്മിലുള്ള കുടുംബത്തിൽ കലഹം വരുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകുടുംബങ്ങളിൽ നിന്നെല്ലാം വേർപിരിഞ്ഞ് പോകാനും വേർപെട്ട സ്ഥലത്തേക്ക് പോകാനും അല്ലെങ്കിൽ വാടക വീടെടുത്ത് താമസിക്കാനും അല്ലെങ്കിൽ വേറെ വീടുണ്ടെങ്കിൽ അവിടേക്ക് താമസം മാറ്റുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ദൈവാധീനം വരുത്തണം. അതിനായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന വഴിപാട്, അതായത് മേടപ്പൂറുകാർക്ക് പറഞ്ഞിരിക്കുന്ന അതേ വഴിപാട് തന്നെയാണ് മഹാവിഷ്ണു പ്രീതി വരുത്തുക എന്നാണ് കർക്കിടകപ്പൂറുകാർക്കും പറയാനുള്ളത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം വളരെ ദോഷങ്ങൾ അകന്നു പോവുകയാണ്. ഇതിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യവസായം ചെയ്യുന്നവർക്കും ധനവും ധാന്യങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്കും സ്വർണ്ണാഭരണം കൈകാര്യങ്ങൾ ചെയ്യുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യവസായം ചെയ്യുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് കർക്കിടകപ്പൂറുകാരുടെ വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പരിഹാര വർദ്ധനവും മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാസഹസ്രനാമ ജപം നടത്തുക, ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഹനുമാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശൃംഗമൂർത്തിയോ അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ, ഗ്രഹപൂജകൾ, അതായത് വ്യാഴഗ്രഹ പൂജകൾ നടത്തി വരുന്നതെല്ലാം വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. നമസ്കാരം.